അപ്പൊ ഒരാള് കേറി വന്നിട്ടുണ്ട്. നമുക്ക് വന്ന കോളില് എല്ലാവരും ചോദിച്ചു അച്ഛമ്മ സേഫ് ആയിട്ടിരിക്കുന്നു, രാധമ്മ സേഫ് ആയിട്ടിരിക്കുന്നു. നമ്മളും കണ്ടിട്ട് കുറെ ദിവസമായി കേട്ടോ. മഴയായോണ്ട് എങ്ങോട്ടും വരവൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്ക് എപ്പോഴോ കൊച്ചച്ഛൻ്റെ അവിടെ എങ്ങാണ്ട് ചെന്നെന്ന് അവര് വിളിച്ചവൻ പറഞ്ഞു. പിന്നെ പപ്പാരാരും പോയി കൂട്ടിക്കണമെന്നാണ്. മഴയൊക്കെ ഉണ്ടോ? ഭയങ്കര കാറ്റാണോ? മഴയായോണ്ട് എവിടെയും പോവണ്ട, വീട്ടിൽ തന്നെ ഇരിക്കുക. ആ ഇപ്പം സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വിളിക്കുവേ ആൾക്കാരെ, മഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്നെ എടുക്കുക സേഫ് ആയിട്ടിരിക്കുന്നത് അറിയാൻ വേണ്ടിയേ. അത് ഈ ഒരുപാട് പേര് ചോദിച്ചു അച്ഛമ്മ എന്തി, അച്ഛമ്മനെ കണ്ടിട്ട് കുറെ ദിവസമായാലും വീഡിയോയില്. മഴയായോണ്ട് വയ്യാതൊക്കെ കിടക്കുവാണോ, അവിടെ മണ്ണിടിയുന്ന സ്ഥലമാണോ എന്നൊക്കെ കുറെ പേര് ഇങ്ങനെ ചോദിച്ചു. ഇത്തിരി തിട്ടയാ. വെള്ളം കെട്ടി നിൽക്കാതിരുന്നാ വെള്ളം വരുമ്പോ ഉറവിയാലേ വെള്ളം കെട്ടി നിന്നാലേ ഇത് ബോംബ് പോലെ പൊട്ടുന്നത്. എല്ലാ മക്കളും വിളിക്കുന്നുണ്ട്. ഇവിടെ സിന്ധു അക്കരെ വന്ന് കണ്ടേച്ച് പോയി. എല്ലാ ശനിയാഴ്ചയും അക്കരയ്ക്ക് പോകും. എനിക്ക് പറ്റിയിരുന്നു, ഈ കാലിന് വേദന കൊണ്ട് ഒട്ടും പറ്റില്ല. ഇന്നത്തെ ഇപ്പൊ മുളമീ മരുന്നുണ്ടായിരുന്നു. ഈ കൈ ഇങ്ങനെ പൊങ്ങായിരുന്നു. അമ്മ ഇപ്പൊ മരുന്നെടുത്തുകൊണ്ട് തൂത്ത് കഴിയുമ്പോ തിരുമ്മി തന്നോ? ആരാ തിരുമ്മി തന്നെ? മരുമോളോ? മരുമോളാണോ? മരുമോളല്ല, മോളെന്ന് പറഞ്ഞേട്ടോ. നീ എന്നെ വേർതിരിക്കുന്നല്ലേ? മോള് തിരുമ്മി തന്നോ? അത് കഴിഞ്ഞപ്പോ കൈ പൊങ്ങി ആണോ? ഇങ്ങനെ വെച്ചോണ്ടാ വന്നേ. വേദനയായിരുന്നു. ഇങ്ങനെ ഇവിടെ ഇവിടെ അങ്ങോട്ട് പൊങ്ങത്തും ആ മരുന്ന് തേച്ച് മാറി. നല്ല മരുന്നാ, മൂവിന്റെ ഓയിൽമെന്റാ. ഇത് കൊണ്ടോക്കോ, ഇവിടെ ചേർന്ന് വേറെ ഇവിടെ ആണേലും മരുന്ന് കൊണ്ടുവരാൻ പറയാം. ഇത് ഓളെ കഴിഞ്ഞ വന്നപ്പോ ഒരു മരുന്ന് കൊണ്ടില്ലേ? കഴിഞ്ഞ ആഴ്ച തേക്കും എനിക്ക് കുറവുണ്ട്, മുട്ടിനും കുറവുണ്ട്, കൈക്ക് വേദന കുറവുണ്ട്. ഇപ്പൊ ഞാൻ വിഷമിച്ച ആ പിടി പിടിച്ച് കയറി വന്നു. പക്ഷെ ആ മരുന്ന് ഈ തേച്ച പിന്നെ ഇതുണ്ടോ ഇപ്പൊ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങി. അപ്പൊ പൊന്നുവിന്റെ ശ്രദ്ധയ്ക്ക് നീ മേടിച്ചു വന്ന ഓയിൽമെന്റ് അച്ഛമ്മയുടെ തീർന്നു. അപ്പൊ വേറെ ഓയിൽമെന്റ് വേണം എന്നാണ് പറഞ്ഞത്. ഇപ്പൊ തൽക്കാലത്തിന് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ഈ മൂവ് വിക്സ് അങ്ങനെയുള്ള സാധനമൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് കേട്ടോ തേക്കുന്നതിന്. ഒരു ഇച്ചിരിച്ചേ തേക്കാവുള്ളൂ. കണ്ടമാനായി കഴിഞ്ഞാൽ പൊള്ളും. അന്നേരം തൊട്ട് അങ്ങോട്ട് വേദന കേട്ടു. തുണി ഇങ്ങനെ മഴ കൊണ്ട് അലക്കാതെ കിടന്നു കഴിഞ്ഞാൽ എന്റെ തന്നെയായിരുന്നു എല്ലാം ഒന്ന് അലക്കി പോയി. പാവണ്ടേ. അപ്പൊ മഴയാ, തെന്നി തെറിച്ച് കിടക്കുന്നിടത്തൊന്നും പോവണ്ട. മുറ്റത്തിന് പുറത്തൂടെ ഒന്ന് എന്റെ ഫ്രണ്ട് പറയാ, ഹേമന്തട്ടനെ പറയുവാണ്, ഇപ്പം മഴയായ പുള്ളി ഡോക്ടറല്ലേ, അപ്പം ഏറ്റവും കൂടുതൽ വരുന്ന പ്രായമുള്ള അമ്മമാരാ, അമ്മമാരും വല്യപ്പന്മാരൊക്കെ മഴയത്ത് തെന്നി വീണ്, ടൈൽസ് ചവിട്ടി തെന്നി വീണു, പുറത്ത് പോയി വെള്ളം കോരാൻ പോയതാ, വെള്ളം പിടിക്കാൻ പോയതുകൊണ്ട് എല്ലാരും കയ്യും കാലും ഒടിഞ്ഞു വരും. TV പിടിപ്പിച്ച അച്ഛമ്മ കണ്ടില്ലായിരുന്നോ? അപ്പൊ TV പിടിപ്പിച്ച് പഴയ പോലെ എല്ലാം പറക്കൊക്കെ വെച്ച് അതിന്റെ ഡോറൊക്കെ പിടിപ്പിച്ചു കേട്ടോ. ഇവിടുത്തെ ഡോറ് സെറ്റപ്പായി. നേരത്തെ 2 വൈറ്റും 2 ബ്ലാക്കും ആയിരുന്നു. ഒരു വൈറ്റ് നമ്മൾ എടുത്തു കളഞ്ഞു. എന്നാ വെച്ചാൽ ഒരു കള്ളി കട്ട് ചെയ്ത് പോയില്ലേ. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. TV എടുത്ത് പിടിപ്പിച്ച അപ്പൊ അത്യാവശ്യം ന്യൂസും കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. കുഞ്ഞുമുറിയിലോട്ടോ കേറി അതിന്റെ അകത്ത് വെട്ടം വെളിച്ചൊന്നും കിട്ടുന്നേ. അതിന്റെ അകത്ത് സ്റ്റോർ റൂം പോലെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. എന്നാലോ അച്ഛമ്മക്ക് ചേച്ചിയുടെ റൂം എടുക്കാലോ. ചേച്ചി അതിന് ഇവിടെ ഇല്ലല്ലോ. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞ പിന്നെ വർഷത്തെ 1-2 വട്ടം അല്ലേ വരുള്ളൂ. പിന്നെ കർക്കിടക മാസമല്ലേ, കർക്കിടക മാസത്തിൽ നമുക്ക് സൂപ്പ് വെക്കണ്ടേ? ഇതുവരെ ഒരു സൂപ്പ് വെക്കാനായിട്ട് ആരും ഒന്നും പറയുന്നില്ല അതേപ്പറ്റി. ഞാൻ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ കർക്കിടകം പ്രമാണിച്ച് നല്ല വെജിറ്റബിൾസ് സൂപ്പ് വെക്കുന്നതായിരിക്കും. പച്ചക്കറി വെട്ടി സൂപ്പ് അല്ലേ? അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതാണ് വെജിറ്റബിൾ സൂപ്പ് കേട്ടോ.
അത് ശരിയാ. ആട് തിന്നുക. അമ്മയ്ക്ക് പോത്ത്. ആടുമായിരുന്നു എനിക്ക് പറ്റുന്നത്. ആടും തിന്നുക. മട്ടൻ കഴിക്കല്ല, ഉള്ളി ബീഫ്. ബീഫിന്റെ ആളാ കേട്ടോ അച്ചമ്മ. അച്ഛമ്മക്ക് ഇത്തിരി ബീഫ് ഉണ്ടല്ലേ സന്തോഷമുള്ളൂ. ഞാൻ ക്ഷീണമല്ലേ, പുറത്ത് ഭയങ്കര മഴയാട്ടോ. അച്ചമ്മയുടെ മുറുക്കാൻ കൂടൊക്കെ ഇരിപ്പുണ്ട് മുറ്റത്ത്. ചെറിയൊരു തോർച്ചയുണ്ട്, എന്നാലും ഭയങ്കര മഴയാ. രണ്ടുപേരും കൂടെ ആണ്ടേ എന്നാ പറ്റി കാലയില്? ഇപ്പൊ കമ്പി കുത്തിക്കറിയാം. രണ്ടുപേരും കൂടെ മഴ കുറഞ്ഞപ്പോ ഇത്തിരി പരിപാടി കേട്ടോ. എന്നാട് കോളം വിടുവാണോ? ഓണത്തിലേക്ക് ആ, ഓണമാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു മുറം പച്ചക്കറി പറിക്കാം. വിൽക്കാനൊന്നുമില്ലേലും അത്യാവശ്യം. ഇതിപ്പോൾ ആട്ടുംകാട്ടമുണ്ട്, എല്ലുപൊടിയുണ്ട്, വേപ്പും പിണ്ണാക്കുണ്ട്, പിന്നെ പാക്ടംബോസ് ഒരു ശകലം, കാരണം അത് കായ്ക്കാനായിട്ടേ. അപ്പോൾ അത്രയും സാധനമുണ്ട്. ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം പൂവാകാൻ തുടങ്ങി. ഇതല്ലോ നമ്മുടെ ബീൻസ് അതേ കായൊക്കെ കായിട്ടുണ്ട്. അതെ. അപ്പോൾ അതിനെല്ലാം ഇച്ചിരി ഇട്ട് കൊടുക്കുക. പച്ചക്കറിക്കെല്ലാം തക്കാളിയുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് ഇപ്പം ഞാൻ കൊന്നേല വെച്ചായിരുന്നു. കൊന്നേല വെച്ചിട്ട് എല്ലാം പോയി. ഇല വെച്ചിട്ട് അതെല്ലാം അവിഞ്ഞങ്ങനെ ഇരിപ്പുണ്ട്. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അതിന്റെ മണ്ടയിൽ കൂടെ നമ്മളിങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നീ ഒരു കോട്ട മണ്ണ് എടുത്തോണ്ട് വന്ന് അതിന്റെ മണ്ടയിൽ കൂടെ വെതറും. അങ്ങനെയാണ് നമ്മുടെ പച്ചക്കറി. പിന്നെ പപ്പ ഇങ്ങനെ കൃഷി ചെയ്യുമ്പോ എല്ലാരും പറയും കുട്ടമ്മനെ ഗ്ലൗസ് ഇടണം എന്നൊക്കെ പറയും കേട്ടോ. നമുക്കിവിടെ ഗ്ലൗസും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഈ ചെറുക്കന് ഗ്ലൗസ് ഇടുന്നോട് താല്പര്യമില്ല. കൈയൊക്കെ നല്ല നീറ്റായിട്ട് കഴുകും. സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞാൻ അകത്തോടെ കയറി വരാവേ. ഇത് ഈ പാവല് ഒരു കമ്പ് കുത്തി കൊടുക്കണല്ലോ, അത് പെടന്നു. ചുമയാണോന്നേ ഇതിനകത്തോടെ ആ വള്ളിപ്പയറല്ലേ അതുണ്ടാ. ഇത് നല്ല എന്റെ പൊക്കമാണ് കേട്ടോ. ഇത് നല്ല ഊറ്റോട്ട് കയറുന്നുണ്ട്. ഇത് വഴുതന ആണെങ്കിലും മണ്ണിലോട്ട് പറിച്ച് നട്ടപ്പോ തന്നെ കാ പിടിക്കുന്നുണ്ട് ഇഷ്ടം പോലെ. വെള്ളക്കാന്താരി ഉണ്ടായത് കാന്താരി പിടിച്ചല്ലോ. വഴുതന നമുക്ക് ഒത്തിരി ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ വലിയ കാര്യമായിട്ട് നോക്കിയില്ലെന്നല്ല, നാട്ടില്ല. നമ്മൾ 2-3 അടുത്തുള്ള ഈ കൊന്നക്കമ്പെല്ലാം പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പിങ്കി വന്നേ ബീൻസ് ബീൻസ് ചെറിയ ബീൻസ് ഇതുണ്ടോ? പിന്നെ മണ്ണി വെച്ചപ്പോ ഇത് കണ്ടോ വഴുതനങ്ങയൊക്കെ കറിവേപ്പെല്ലാം നല്ല ഇതായി ഉഷാറായി. ഇച്ചിരി കൂടെ പച്ചമുളക് വെള്ളക്കാന്താരി സെറ്റപ്പായി. ഇതൊക്കെ ഉള്ളു നമുക്ക് ഈ പ്രാവശ്യം. നമ്മൾ വേറെ കൂടുതൽ അടമഴ ആയതുകൊണ്ട് ഇപ്പൊ ഒന്നും നടന്നില്ല. അപ്പോൾ ഉള്ളതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. പച്ചമുളകിനും ക്യാരറ്റിനും 100 രൂപ കൂടുതലായെന്നാണ് കിലോയ്ക്ക് വില. ഞാൻ അങ്ങോട്ട് മാറാം. അതിൽ വെക്കോ. ഈ മണ്ണ് വേറി കൊടുക്കണം. അവിടെ വിട്ടിട്ട് അടമഴയ്ക്ക് ഇടുകയില്ല. ഇപ്പം ഇന്ന് നല്ല ഒരു തോർച്ചയായിരുന്നു, അതുകൊണ്ടായിരുന്നു തെറ്റത്. വലിയ മഴയ്ക്ക് ഇട്ടാലും പിന്നെ വളമിടുന്നതുകൊണ്ടേ വലിയ പ്രയോജനമില്ല. ഇത് നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാണ് ഈ ബീൻസ് അല്ലേ? ബീൻസ് ആണെന്ന് തോന്നുന്നത്. അത് കായ്ച്ചാലേ അറിയത്തുള്ളൂ. ഇത് നമ്മുടെ 2000-ന്റെ ജാറ് നിറഞ്ഞു പൊക്കോണ്ടിരിക്കും കേട്ടോ വെള്ളം. കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയത്. വഴുതനത്തേക്ക് ഇവിടെ നട്ടിട്ടുണ്ട്. അത് ഈ അടമഴ പെയ്യുന്നതിന്റെ ഒക്കെ ഉണ്ടെന്നേ. ഇപ്പൊ മഴ കുറഞ്ഞപ്പോ ഇച്ചിരി പരിപാടിയാണ്. ഇത് ഒരാൾ മണ്ടേ നിപ്പുണ്ട്. പപ്പ പണിയുമ്പോ എല്ലാം പരിസരത്തോട് ഇങ്ങനെ നടപ്പാണ് പരിപാടി കേട്ടോ. എങ്കിൽ 5-6 ദിവസമായിട്ടേ ഭയങ്കര മഴയല്ലേ, അതുകൊണ്ട് അവിടെ കൂട്ടി തന്നെ ഇരുന്ന് മടുത്തു. അതുകൊണ്ട് ഇപ്പം തീറ്റയും കൊടുത്തിട്ട് ഞാൻ അഴിച്ചു വിട്ടാ ഒരു 10-20 മിനിറ്റ് നടക്കട്ടെ, എന്നിട്ടേ എനിക്ക് എത്തുന്നുള്ളൂ. എങ്കി എന്താ നോക്കിയണ്ട എങ്കി ഓടി വരുന്നതാണോ? വിളിച്ചന്തരം വരും. പൊക്കമില്ലാത്തതിന് കാണത്തില്ല. ചപ്പ് വെച്ചുകൊണ്ട് എല്ലാം ഒന്നും ചീരത്ത് കിളുത്ത് കണ്ടില്ലല്ലോ. ഇതോ അവിടെ കിളുക്കുന്നുണ്ട്. അപ്പൊ എല്ലാരും ഓരോന്ന് നടുക കേട്ടോ. ഇപ്പൊ നട്ടാലും കിളുക്കോപ്പാ? ഓണത്തിന് കിട്ടുവോ പച്ചക്കറി? അത് അത് കഴിയും. ചീര 45 ദിവസം മതി.
കഴിഞ്ഞ ദിവസം ഞാനും പെപ്പായും കൂടെ 3-4 കിലോ വഴുതനങ്ങ പറിച്ചുകൊണ്ട് നമ്മുടെ ഉപ്പാറ കടയിൽ കൊണ്ട് കൊടുത്തായിരുന്നേ. പാരഡൈസ് എന്ന് പറയും. ഈ പ്രാവശ്യം ഞങ്ങൾ കടയിൽ പാല് മേടിക്കാൻ കയറിപ്പോൾ ആ ചേട്ടൻ ചോദിക്കുമായിരുന്നു, ഓണത്തിനേക്ക് നിങ്ങൾക്ക് വല്ലതും ഉണ്ടോ ഈ പ്രാവശ്യം? പയറോ വഴുതനങ്ങയോ പാവലോ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ എന്ന്. ചീരയൊക്കെ ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഉണ്ടോ അവിടെ ചീര നിൽക്കുന്നുണ്ടോ? അത് ഒടിക്കാറായി, ഒരു തോരനുള്ളുണ്ട്. അപ്പൊ എല്ലാം നട്ടുപിടിപ്പിച്ച് കയറ്റി എടുക്കണം. മഴ ആയതുകൊണ്ട് ചടങ്ങ് എല്ലാം പെടന്നു പോവാ, നടുന്നല്ലാവേ. അതുമല്ല മുരടിച്ച് നിൽക്കും അടമഴ ഈ തക്കാളി നമ്മളിവിടെ പാകിതല്ലേ, ഇതാ അതാ നമുക്ക് അവിടെ നിന്ന് കിട്ടിയതാണ്. നമ്മൾ പാകിത പായി കളിപ്പിച്ചല്ലേ? അവിടുന്ന് കിട്ടിയതിനകത്ത് ഒരെണ്ണേ ഉള്ളൂ, ഇത് തെയ്യം. ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിലേക്ക് നമ്മൾ ഇതിപ്പം ഇതെല്ലാ പയറും ഇപ്പോൾ ഒരു 12 കൂട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കായ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറേ വിൽക്കാൻ കിട്ടും. പിന്നെ കരോട്ട് ഞാൻ കുറേ ഇഞ്ചി നട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തോർച്ച കണ്ടപ്പോൾ അതിനും ഷാറും വളം ഇടണം. അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഇന്ന്. ഇന്നത്തെ നമ്മുടെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കൂടുണ്ട്, അതെടുത്ത് പിടിപ്പിക്കണം. അപ്പൊ രാവിലെ 2 ദിവസമായിട്ട് പറയാം കേട്ടോ. പപ്പാടെ അമ്മയുടെ ഐഡിയ ആണ്. മുട്ടയിടുന്ന കോഴികളെ മാറ്റി ഇട്ടിട്ട് നമുക്ക് മുട്ട ഫെല്ലറ്റൊക്കെ കൊടുത്ത് നോക്കാം. ഞാൻ പയർ നടുമ്പോൾ കുത്താനായിട്ട് കമ്പ് കൊണ്ട് വെച്ചാണ്. നമ്മൾ പുറവശത്ത് വൈറ്റ് സിമെന്റ് മാത്രം അടിച്ചുള്ളൂ. അടമഴ പെയ്യുന്നുണ്ട്, ബാക്കി പെയിന്റിങ് ചെയ്തില്ല. അതുകൊണ്ടാണ് ചെയ്യുമ്പോ ഈ പാല് പിടിച്ചെല്ലാം കഴുകിയിട്ടെ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്ത് വിടാനുള്ള പ്ലാനിലാണ്. അത് ചേട്ടന്മാരും പറഞ്ഞു മഴ പെയ്യുമ്പം ചെയ്ത് കഴിഞ്ഞാൽ ഒലിച്ചു പോകും. കൈയൊക്കെ കഴുകിക്കോ. ചെറിയൊരു തോർച്ച കണ്ടോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തിരുന്നേ. ഇന്ന് രാവിലെ തന്നെ കണ്ടില്ല, എന്നാ മഴയായിരുന്നു. ഇപ്പൊ ഉച്ചയായപ്പോ ഒരു 5 മിനിറ്റ് തോർന്നു, അത് കഴിഞ്ഞാൽ പിന്നെ മഴയാ. അച്ഛമ്മ ഇപ്പം പോയതേ ഉള്ളൂ കേട്ടോ, ഇത്ര നേരം ഉണ്ടായിരുന്നു. അച്ഛമ്മ 10 ദിവസം കൂടിയാ കയറി വന്നത്. അവിടെയും കാറ്റും മഴയൊക്കെ ആയതുകൊണ്ടേ കയറി വരാനും വഴിയൊക്കെ ഭയങ്കര ദുർഘടം അച്ഛമ്മക്ക് ഇങ്ങോട്ട് കയറി വരാനായിട്ട്. അതുകൊണ്ട് കയറി വരാതിരിക്കുവായിരുന്നു. കിടന്നോണ്ടാണ് നമ്മ കഴിക്കുന്നത്. പെണ്ണ് ഇത്തിരി ക്ഷീണമാണ് അവള്, അതുകൊണ്ട് കിടന്നോണ്ടാണ് ഫുഡ് കൂടുതൽ കഴിക്കുന്നത്. എന്നിട്ടടി സാറാ കൂടിച്ചിരി കൊണ്ട് ഇങ്ങോട്ട് കയറ്റി വെക്കണം. നമ്മൾ അന്ന് ലോറി വന്നപ്പോ തിരിക്കാൻ എളുപ്പത്തിന് വേണ്ടി കൂടിച്ചിരി ബാക്കിലൂടെ ഇറക്കി വെച്ച കേട്ടോ. ഇവിടെ ഒരു ഇഞ്ചി ചുമ്മാ കിളുത്ത് നിന്നു, ഞാനടുത്ത് ഗ്രോ ബാഗിൽ വെച്ചതാ. എല്ലാത്തിനും ഇച്ചിരി മണ്ണിട്ട് കൊടുക്കും കേട്ടോ. മണ്ണിട്ട് കൊടുക്കുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് ബ്ലോക്കിൽ നിന്ന് കിട്ടിയതാ, കൃഷി ഓഫീസിൽ നിന്ന് കിട്ടിയ പയറ് കുറേ ഉണ്ട്. ഇതുണ്ടോ നല്ല രീതിയിൽ കയറുന്നുണ്ട്. ഇതൊക്കെ മുറഞ്ഞു നിൽക്കുമായിരുന്നു അടമഴ ആയതുകൊണ്ട്. അതെല്ലാം ഞാനൊന്ന് കുറേ ഇവിടെ ഇരുന്ന അരിക്കുളത്തെല്ലാം ഞാൻ എടുത്ത് മാറ്റി, വഴുതനയൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഈ പയർ മാത്രം ഇനി ഒന്ന് സംരക്ഷിച്ചെടുക്കുക. അപ്പം നമുക്ക് ഈ ചാക്ക് ഇവിടുന്ന് ഒഴിവാക്കാന്ന് ഓർത്താം. ഇന്റർലോക്കേന്നേ ചാക്കെല്ലാം ഇത് ഈ ഒരു കൃഷി കൂടെ കഴിയുമ്പോൾ പിന്നെ വല്ല ഗ്രോ ബാഗ് മാത്രം, ഗ്രോ ബാഗോ വലിയ ചെടിച്ചട്ടിയോ. ഈ ചാക്കാകുമ്പോ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ദ്രവിച്ചു പോവുകയും ചെയ്യും. വലിയ ചെടിച്ചട്ടി മേടിക്കണേ. കുറവായിരുന്നു, ഞാൻ ഇച്ചിരി വളം ഇട്ടായിരുന്നേ. ഇച്ചിരി മണ്ണും കൂടി ഇട്ട് കൊടുക്കുവാണേലേ കണ്ടോ നല്ല രീതിയിൽ കയറി വരുന്നു. മഞ്ഞപ്പ് വന്നാൽ അത് കേടായിട്ട് പോലെ. ഒരു 10-15 വലിയ ചെടിച്ചട്ടി മേടിച്ചിട്ട് അതിൻ്റെ നടാം നമുക്ക്. ഇങ്ങനെ കയറ്റി വിട്ടാൽ മതി, തന്നെത്താൻ കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഓണത്തേക്ക് നമുക്ക് കുറച്ചേലും പച്ചക്കറി അല്ലേ. അപ്പൊ വന്ന് നമ്മുടെ ചാനൽ ഒരു കൃഷിദീപം പോലെ അല്ലേ? ദീപം പോലെ കഴിഞ്ഞ സാര പറയാനായിട്ട്. അപ്പൊ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമല്ലോ. ഞാൻ വെച്ചിട്ടുണ്ട് ചാക്കിനകത്ത് 2 തക്കാളി രാവിലെ സെറ്റ് ചെയ്തെല്ലാം റെഡിയാക്കിയതാണ്. വളമൊക്കെ ഇട്ടു, മണ്ണിട്ടു, സെറ്റായത്. മുളമ്പയ്ക്ക് അത്യാവശ്യം എടുക്കാൻ മാത്രം ഒരു കറിവേപ്പ് മാത്രം ഇവിടെ നിർത്തുക ചാക്കിനകത്ത്. ബാക്കി ഇതെല്ലാം പറമ്പിലേക്ക് കയറ്റി ഭദ്രമായിട്ട് മാറ്റുക, നടുക. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചൊരു പ്ലാന്റ് ആണ്. ഇപ്പൊ അത് മഴയത്തിരുന്നോണ്ട് ഫുള്ള് ചെളിയൊക്കെയാണ് അതിന്റെ ഇലയില്, ചെടിച്ചട്ടിയിലെല്ലാം ചെളിയാണ്. ഇത് കണ്ടോ ഇതിന്റെ വേര് കണ്ടോ? ഇത് മറ്റേ ആലിന്റെ വേറൊരു ടൈപ്പാ. ഇതുണ്ടോ, ആല് പോലെ തന്നെ വേര് കുത്തും. നമ്മളിത് മുറിച്ച് വിടും തോറും ഇതുണ്ടോ, ഇതെല്ലാം വേരാണേ. ഇങ്ങനെ ഇതുണ്ട് പാല് പോലെ ഉണ്ടോ ചോന. ഇത് കട്ട് ചെയ്ത് വിടണമെന്നാ പറയുന്നത്. കട്ട് ചെയ്ത് വിട്ടാലോ ഇതിന്റെ തടിക്ക് വണ്ണം വെക്കുകയും ചെയ്യുള്ളൂ, മറ്റേ വേരാകുള്ളൂ. അപ്പോ അത് എവിടെ വെച്ചാ കട്ട് ചെയ്യുന്നേ? ഇതിപ്പോ ഇന്നാള് കട്ട് ചെയ്തതിന് ശേഷമാണ് ഈ വേര് വന്നേ. അവിടെ വെച്ച് കട്ട് ചെയ്തതാ. അത് നമ്മള് പിന്നീട് വേറെ ചട്ടിക്കകത്തോട്ട് മാറ്റുന്നതായിരിക്കും കേട്ടോ. അടിപൊളി, നല്ല സെറ്റായിട്ടാ കട്ട് ചെയ്തത്. നല്ല കറയുണ്ട്, പ്ലാവ് പോലെ തന്നെ ഉണ്ടോ അതിൻ്റെ നോക്കി. ഇതിന്റെ എത്ര പേരുണ്ട് നോക്കട്ടെ. 1 2 3 4 5 6 7. നമ്മുടെ പേരാലില്ലേ, പേരാല് അതുപോലെ നിൽക്കും. അവിടെ വെച്ചേക്കാം. ഇപ്പൊ മഴക്കാലമായിട്ട് നല്ല പനിക്കൂർക്കലുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. അത് ഞാൻ നട്ടതാ വേനക്കേ നട്ടിട്ട് അത്
ഇട്ട് ഞാൻ ആവി പിടിക്കാറുണ്ട്. മോളമ്മ ഇതിട്ടാണ് മിക്കവാറും ഇപ്പോൾ വെള്ളം തിളപ്പിന്ന് കുടിക്കാൻ. ഇതിന്റെ ഒരു തലയും കട്ട് ചെയ്തിട്ടേ ഉം. ഇത്രയും എവിടെ പോവാ? പുല്ല് എത്താൻ പോകണോ? ഇത്രയും കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കും മോളമ്മ. അപ്പോൾ വെള്ളത്തിന് വേറൊരു കളറാണ്, നല്ലൊരു ടേസ്റ്റുമാണ്. വെള്ളം കുടിക്കാനും നല്ലതാണ്. അപ്പം പനിയൊന്നും ഉണ്ടാകുകയെന്നൊക്കെയാണ് പഴയ ആൾക്കാർ പറയുന്നത്. എന്തായാലും നമ്മൾ ഇതിട്ടാണ് വെള്ളം കുടിക്കുന്നത്. പനിക്കൂർക്കയില ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഒരു ചുവട് നട്ടതാണ്. ഒരു അത് ഞാൻ സംരക്ഷിക്കും. കുറേശ്ശെ ഇങ്ങനെ കട്ട് ചെയ്യും തോറും അത് ഒടിച്ചു വിടും തോറും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് നമ്മുടെ അവിടെ നിൽക്കുന്ന സൈസ് ചെടിയാണ്. ഞാൻ അതിനൊരു താങ്ങുകാലൊക്കെ ഇട്ട് അവന് ഇച്ചിരി ഹൈറ്റിൽ വിടാമെന്ന് പറഞ്ഞു. സെറ്റാക്കി എടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഞാൻ മറ്റേ സാധനം ശംഖുപുഷ്പം നട്ടിട്ട് അത്ര ശംഖുപുഷ്പം ഉണ്ട്, അതിന്റെ തൊട്ടപ്പുറം വാനിലയുണ്ട്. ശോഭിച്ചില്ല. വാനില പറഞ്ഞ് ഞാൻ നട്ടിട്ടുണ്ട്. പിന്നെ ചീര കയറി വരുന്നുണ്ട്. ചീര കറി വരുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ചീര കറി വെക്കുക. നമ്മൾ ഇതെല്ലാം ഈ രണ്ട് തയ്യേ ഒരു രോവായിനകത്ത് ഞാൻ ഒരു 5-6 അരി ഇടും. മണൽത്തരിയും ചീരയും കൂടി എടുത്തിട്ട് അതാകുമ്പോൾ അങ്ങും ഇങ്ങും വീണോളൂ. എന്നിട്ട് അത് പാകിയിട്ട് അത് മുളച്ചൊരു ചെറിയ പരുവാകുമ്പോൾ ഇതുപോലെ പറിച്ച് അങ്ങ് നടും. ഇതിപ്പോൾ പ്രത്യേക പരിചരണമൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ചുമ്മാ വളരുമ്പോൾ മുറിച്ചെടുക്കും. ആട്ടുംകാട്ടമല്ലാതെ ഇതിന് വേറെ ഒന്നും ഇട്ടിട്ടുമില്ല. ഇനിയിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടെ കിളുത്ത് കിട്ടും. നല്ല ഫ്രഷായിട്ടുള്ള സാധനമാണ്. സൂപ്പർ ചീര കേട്ടോ. മരുന്നടിക്കാത്തത് കൊണ്ടാണ് ഈ ഇലയിൽ ഇതുണ്ടോ പുഴുക്കേട് കുറവുണ്ട്. അങ്ങനെ ഒരു 3-4 ഇലയെ നമുക്ക് കളയാനുള്ളത്. ഇപ്പം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇത് കട്ട് ചെയ്തിട്ട് ഒരു ചെറിയ ബക്കറ്റിനകത്ത് ഇച്ചിരി വെള്ളം എടുക്കുക, നല്ല വെള്ളം എടുക്കുക. അതിനകത്ത് ഒരു ശകലം ഉപ്പ് പൊടി ഇടുക. ഇത് മുക്കി ഇട്ടെന്ന് ഉടച്ച് കഴുകിയെടുക്കുക. ഏറ്റവും ഫ്രഷായിരിക്കും. അത് കണ്ടിച്ചെടുത്തു. കറിക്കുള്ളതുണ്ട്. അതവിടെ നിൽക്കട്ടെപ്പാ. ആ ചെറിയത് അപ്പുറത്തോട്ട് നിൽക്കുന്നേ. പച്ചച്ചീര കുപ്പച്ചീര ഏറ്റവും ഏറ്റവും ഗുണമുണ്ടെന്ന് പറയുന്നത് അതിനാ. അതുകൂടെ വേറെ ഒരെണ്ണം മണ്ട നിൽപ്പുണ്ടെന്ന് ഞാനത് പറിച്ചു കളഞ്ഞു. എന്താ കാണിച്ച് നാളെക്കുട്ടി നാളെ സ്കൂളിൽ പോകുമ്പോൾ കൊടുത്തോടെ. നല്ല നാളെ ക്ലാസ് കാണും. ഇത്രയും ദിവസം അവധി കിട്ടിയോണ്ട് നാളെ ക്ലാസ് കാണും. പുഴുക്കായിട്ടുള്ളത് നല്ല ക്ലീൻ സാധനമാണ്. എനിക്കെന്നാ ഈ ചുമല ചീരക്കായ ഇഷ്ടം. ഇത് കൂട്ടുചീര കേട്ടോ. ഈ കുപ്പച്ചീര ഇഷ്ടം. മുട്ട പൊട്ടിച്ചിരിക്കണം, എന്നാലേ സൂപ്പർ ഉള്ളൂ. അവിടെ ഇവിടെ കിളുത്തിക്കുന്ന കാണാം. നമ്മുടെ ചെറിയ ചെറിയ കൃഷികൾ. ഞാനിവിടെ 2 വെള്ളക്കാന്താരിയുടെ തയ്യായിട്ട് നടക്കുന്നുണ്ട്. ഈ മഴയായിട്ട് കാട് കിളുത്ത് കയറുന്നുണ്ടേ. കണ്ടമാനം പെട്ടെന്ന് കിളുത്ത് കയറും. നമ്മൾ വൃത്തിയാക്കി ഇട്ടാലും. ഇത് വാനില ഇവിടെ ഒരെണ്ണം ഇങ്ങനെ വളർന്ന് പന്തലിച്ചതായിരുന്നു. നമ്മൾ ആ ടിപ്പർ കയറ്റി മണ്ണെടുത്തപ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് പോയി. അവർ ഒടിച്ചു പോയി. പിന്നെ ഞാനത് രോവായി വെച്ച് ഇത് കൂട്ടിപ്പോൾ 5 എണ്ണം ഉണ്ട്. 5 തൈയുണ്ട്. 8 വർഷം മതി. നമ്മൾ ഈ പിന്നെ വാനില എന്ന് പറയുന്ന സാധനം ഒരു 1 മീറ്റർ നീളത്തിൽ നമ്മൾ നടുവാണേൽ നമുക്ക് പിറ്റേ വർഷം അതായത് കാവറിപ്പിക്കും. പരാഗണം ചെയ്യണം. പൂവുണ്ടാകുമ്പോൾ പരാഗണം ചെയ്യണം. അതിന് കുറേ പണികളുണ്ട്. തണ്ട് കട്ട് ചെയ്ത് വിടുകയും വാർന്ന് വെള്ളം കളയുകയും ഒക്കെ ചെയ്യണം. ഈ വട്ടം ഇത് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് ഇതിന് പൂ ഇടുവാണെങ്കിൽ ആ പൂ പരാഗണം ചെയ്യുന്നത് എങ്ങനെയാണെന്നും പിടിക്കുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു 5 ജോഡി ഞാൻ ഗ്രോവായി വെച്ച ഈ പരുവത്തിൽ ഇരിപ്പുണ്ട്. ഞാനത് ഒരു നല്ലൊരു പ്ലേസ് നോക്കി എടുത്ത് നടാനായിട്ടിരിക്കുക. കാണിക്കാം. വാനില പൂവുണ്ടായാൽ പരാഗണം ചെയ്യണമെങ്കിൽ ഡോക്ടർ ദുബായി കിടക്കുവോ വരണമല്ലോ. അതെ, നമുക്കും അറിയാം. അവള് പഠിപ്പിച്ചായിരുന്നു. പൊന്നു അതിനെപ്പറ്റി ശാസ്ത്രീയമായിട്ട് നമുക്ക് നേരത്തെ ഇവിടെ ഒരു 10-20 ജോഡുണ്ടായിരുന്നു. പഴയ വീടിൻ്റെ മുറ്റം വഴി ഞാൻ കൊതി തോന്നിയിട്ട്. കാരണം വാനിലായ്ക്ക് ഒരു 50,000 രൂപ വില വന്ന ഒരു സമയമുണ്ട്, വർഷമുണ്ട്. 15 വർഷമായി കാണും. 15-16 വർഷമായി. അപ്പം ഞാൻ മുണ്ടക്കയത്ത് പോയി ഒരു 3-4 തല മേടിച്ചു. അതിന് ഭയങ്കര വില കൊടുത്താണ് മേടിച്ചത്. ആ തല മേടിച്ചോണ്ട് വന്നിട്ട് അത് നട്ട് ഞാൻ എന്നും അതിന് പരിചരണമാണ്. കാരണം ഈ വിലയല്ലേ. അങ്ങനെ അതെന്തായാലും പൂവിട്ടപ്പോൾ നമുക്കത് പരാഗണം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അത് അറിയാവുന്ന ഒരു കൃഷിക്കാരൻ്റെ അടുത്ത് പൊന്നും ഞാനും കൂടെ പോയിട്ട് പൊന്നു പെട്ടെന്ന് പഠിച്ചു. അവിടെ കാഴ്ചശക്തി കൂടുതലുണ്ടല്ലോ. അങ്ങനെ പൊന്നു അത് പഠിച്ചിട്ട് ഇവിടെ വന്ന് പരാഗണം ചെയ്ത് നമുക്ക് കുറേ കിട്ടി. പക്ഷേ നമ്മൾ കായ്ച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് വില കിട്ടിയില്ല. നമുക്ക് 2 കിലോയ്ക്ക് 200 രൂപയോ പച്ചയ്ക്ക് ഒക്കെ കിട്ടിയുള്ളൂ. അങ്ങനെ എല്ലാവരും നടുന്നുണ്ട്, റീപ്ലാന്റ് ചെയ്യുന്നുണ്ട്. അതെ. പിന്നെ നമ്മൾ ആ പെരപണിയൊക്കെ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം വെട്ടിപ്പറിച്ചൊക്കെ കളഞ്ഞു. വംശനാശം വന്നായിരുന്നു. വീണ്ടും ശ്രീകുട്ടൻ എവിടുന്നോ ഒരു കൊണ്ടുവന്നു. അതെ, അതിങ്ങനെ വിപുലീകരിച്ചാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തത്. പിന്നെ ഏത്തവാഴ വിത്ത് ഒപ്പം നട്ടത് അതും പണിക്കാർ ചേട്ടന്മാർ കളഞ്ഞായിരുന്നു കേട്ടോ. മണ്ണൊക്കെ ഇട്ട് അത് വീണ്ടും കയറി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വർഷം കൃഷി എന്ന് പറയുന്നത് അങ്ങനെ ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം കിട്ടിയില്ല. വീടിന്റെ പണി. ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് എവിടെയും 1 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്താണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരു ചിങ്ങം കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ അതിലേക്ക്
മാറുന്നതായിരിക്കും. അപ്പൊ മോനും വെച്ച് ഒരു വാഴക്കൊല അവിടെ ഒടിഞ്ഞു കിടക്കുന്നു. ഞാൻ അതും കൂടെ വെട്ടിക്കൊണ്ടുവരാം. അത് മൂത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. അത് പൊട്ടി, അതിന്റെ കാ പൊട്ടി. മുറിച്ചോണ്ട് വരെ. എന്നാ അതും കൂടെ വെട്ടിയെടുത്തോണ്ട് വാ. എന്നാന്നേ സാർക്കുട്ടി, എന്നാന്നേ സാർക്കുട്ടി, എന്നാന്നേ എന്നാ പറ്റി? അതിലാരോ പോകുന്നുണ്ടല്ലോ. പിങ്കി പോകുന്ന കണ്ടു. പിങ്കി അതിൽ നടക്കുന്നുണ്ട്. ഈ ചാടിപ്പോ എത്തി നോക്കുന്നേ. ആദ്യം ഞാൻ ഈ കൂട് പണിതപ്പോ അമ്മ പറഞ്ഞു, എടാ ഈ പട്ടിക്ക് കുഞ്ഞല്ല, ഇത്രയും വലിയ കൂട് പണിയുന്നത് എന്തിനാന്ന് ചോദിച്ചു കേട്ടോ. ഇപ്പൊ നിക്കുന്ന നോക്കി, അവിടെ തല ഷീറ്റേ മുട്ടുന്നുണ്ട്. അതെ സാർക്കുട്ടി, പിങ്കി വരുന്നുണ്ട്. ഒടിഞ്ഞു പോയല്ലേ? അയ്യോ, അടിയിൽ തന്നെ പഴുത്തോപ്പാ. ചെറിയ വാഴയാണേ. ചെറുതല്ല, ഞാനത് കൈ വെട്ടി വിട്ടായിരുന്നു. പെരമണി വന്നപ്പോഴേ. അങ്ങനെ ഇതിന് പിണ്ടി വിട്ടുവാണെങ്കിൽ നമുക്ക് കോഴിക്ക് ഇട്ട് കൊടുക്കാം. 2 വാക്കത്തി ഉണ്ടെന്നട്ടെ 2-3 വെട്ടിയാ കായെല്ലാം പൊട്ടിയായിരുന്നു കേട്ടോ. മൂത്തട്ട് ഇത് മറ്റേ വറക്കാനും ബോളി ഇടാനൊക്കെ നല്ല ഇത്. നല്ലതായി. ഞാലിപ്പോന ഇഞ്ചി കൃഷി നടാൻ ശാലം താമസിച്ചു പോയി. കുറച്ചേ ഉള്ളൂ, എല്ലാം മുളച്ച് വരുന്നേ ഉള്ളൂ. ഇതിപ്പോ നട്ടിട്ട് അധികം ആയില്ലോ, 45 ദിവസമായി. അതിന് ഇച്ചിരി വളമൊക്കെ ഇടണം. ഈ ഇഞ്ചിക്ക് മാത്രം മരുന്നടിച്ചില്ലേ പുഴുക്കേറുണ്ടോ? ഇതുണ്ടോ പുഴു കയറി തണ്ട് തുറന്നിട്ട് മഞ്ഞ കളറായി പോകുന്നു. മഞ്ഞ കളർ അത്ര വലിയ മെച്ചപ്പെട്ടിട്ടില്ല ഈ പ്രാവശ്യത്തെ ഇഞ്ചി. എങ്കിലും നമ്മൾ അവനെ ഉള്ളത് സംരക്ഷിച്ച് നമ്മുടെ ആവശ്യത്തിന്. പിന്നെ പേര നമ്മൾ ബഡ്ഡുപേര നട്ടപ്പം ഒരു ചേട്ടൻ ഇത് താന്നു പോയെന്ന് പറഞ്ഞായിരുന്നു, ബഡ് കണ്ണ് മോളിൽ നിൽക്കണമെന്ന്. അതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വീണ്ടും ശരിയാക്കി വെച്ചു കേട്ടോ. വെച്ചതാണ്. ഇപ്പൊ ഇത് ഇഷ്ടംപോലെ കായ ഉണ്ടാകുന്നുണ്ട്, തളിരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആരോ നമ്മളോട് ചോദിച്ചു ഏലത്തട്ട. നമ്മൾ 2-3 പേർക്ക് ഏലത്തട്ട അയച്ചു കൊടുത്തായിരുന്നു. കൊറിയർ ചാർജ് മാത്രം മേടിച്ചിട്ട് ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തു. കാരണം നമ്മുടെ ഇവിടെ നമ്മളത് ചെറുതായിട്ട് കട്ടി മണ്ടയൊക്കെ മുറിച്ച് വിട്ടതുകൊണ്ടേ അത് കിളുത്ത് കിട്ടിയോന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്നാൽ നമുക്ക് കൊടുത്തു കേട്ടോ. അപ്പൊ ഈയിടെ ഒരാൾ ചോദിച്ചു, ശ്രീകുട്ട എനിക്ക് 2 ഏലത്തട്ട വേണം, തരാമെന്ന് ചോദിച്ചു. തരാൻ വേണ്ടി നമ്മുടെ പറമ്പിൽ ഇല്ല, ആകെ ഒരേ ഒരു ചോട കേട്ടോ. ഇനിയിപ്പോ അടുത്ത വർഷമാണ് ആർക്കെങ്കിലും ഒരു തട്ട കൊടുക്കണമെങ്കിൽ. കഴിഞ്ഞ വർഷം നമ്മൾ ഒത്തിരി കായൊക്കെ വിറ്റതാ, 15,000 രൂപ കായ. ഏലക്ക എടുക്കുന്നൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചാണ്. ഇതിവിടെ ഒരു കുമ്പളം കയറുന്നുണ്ടേ. ഞാൻ നട്ടതാടാ, നട്ടിട്ട് ഞാൻ ആ മരത്തേലേ ആ കൊടി വലിയ മെച്ചമില്ല കുരുമുളക്. അപ്പൊ അതിലോട്ട് കയറ്റി വിടുവാണെങ്കിൽ ഇഷ്ടം പോലെ കായ. കുമ്പളങ്ങ പിന്നെ ഒരു ചീനി നിറച്ച് കായ കണ്ടത്. ഇതെല്ലാം നമുക്ക് കാന്താരിയൊക്കെ കുറച്ച് ഇല്ലായിരുന്നു. പെരമണി വന്നപ്പോഴത്തേക്കേ നമ്മൾ ഈ പെരയുടെയും വീടിന്റെ സൈഡിലാണല്ലോ ഇങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ വീട് പണി വന്ന് JCB വന്ന് പണിത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയ കൃഷികളെല്ലാം പോയി, കാന്താരി അങ്ങനെയുള്ള എല്ലാം പോയി. അത് കഴിഞ്ഞ് ഞാൻ നട്ടതാണിത്. ഇതിപ്പോ നിറച്ച് കായ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ജാതി എല്ലാം പോയി. മോളമേ ഈ കാന്താരി കണ്ടില്ലേ, ഇത് നല്ല മൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. കാന്താരി നിപ്പുണ്ട് ഇവിടെ. ഈ മരത്തിലൊക്കെ ഞാൻ 2 കൊടി ഇട്ടായിരുന്നു അല്ലേ മേ? നല്ല മൂത്ത കാന്താരി ഇരിക്കുന്നത്. പറിച്ചിടുന്നുണ്ട്. നമ്മുടെ പറമ്പിലല്ല, നമ്മുടെ പറമ്പിലല്ല കേട്ടോ, അടുത്ത പറമ്പില്ല. പക്ഷെ അത് നിന്നാലും അവിടെ നിന്ന് പഴുത്തു പോവുള്ളൂ. കപ്പളങ്ങ ഉണ്ടാകുന്നുണ്ട്, അയൽക്കാരുടെ പറമ്പിലാണ്. എന്തായാലും നമ്മളത് ഉപയോഗിക്കുന്നത്. നമ്മുടെ പറമ്പിൽ ഇട കുറവായതുകൊണ്ട് നമ്മൾ 2 അരിയൊക്കെ അടുത്ത പറമ്പിലേക്ക് ഇട്ട് അതിന് ഓട്ടറി കയറി ഞങ്ങൾക്ക് ആയിരിക്കും. കാറ് നമ്മളെടുക്കും. അവരും വേണമെങ്കിൽ പറിച്ചോണ്ട് പോട്ടെ. അതെ, അവർക്ക് വേണേൽ അവർ വന്ന് പറിച്ചോട്ടെ. കാരണം ഇവിടെ ആൾതാമസം ഇല്ലാത്ത പറമ്പായത്. സത്യം പറഞ്ഞാൽ നമ്മളാട്ടോ ഈ പറമ്പ് ഒരു നോക്കുന്ന, കാടും വെള്ളം കയറാതൊക്കെ. നമ്മൾ ഈ പരിസരം തെളിച്ചിടും. എന്താ വെച്ച് കഴിഞ്ഞാൽ പാമ്പ് ശല്യമോ എലി ശല്യമോ ഉണ്ട്. ഇത് കൊങ്ങിണിയൊക്കെ വെട്ടു. ഞാനിപ്പോ മഴ കഴിയുമ്പോഴത്തേക്ക് ഒന്ന് കയറി എല്ലാം വെട്ടിപ്പറിച്ചെടുക്കും. അതെല്ലാം മൊത്തം പറിച്ചിട്ടു. ഞാനതിന് വളമൊക്കെ ഇട്ടു നേരെ. അത് ഞാൻ ചൂടും തെളിച്ച്, നമ്മുടെ പറമ്പിലല്ലോ, ചൂടൊക്കെ തെളിച്ച് ഞാൻ വളമൊക്കെ ഇട്ടു. പിന്നെ കപ്പള ഞാൻ ഒരെണ്ണം നട്ടിട്ടുണ്ട്, അതിങ്ങനെ ആയി വരുതേ ഉള്ളൂ. അതെ. പിന്നെ നമ്മുടെ കുരുമുളക് കൊടിയെല്ലാം ചരട്, ഈ കൊടിയ ചരടൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ. താമസിച്ചു പോയി, കൊടുമ്പേലായിരുന്നുകൊണ്ട് എല്ലാം ലാശാ ചരടൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇതെല്ലാം മുളകാകുന്ന കേട്ടോ. ഈ മുളകാണ് നമ്മൾ കൊറിയർ വഴി അയക്കണത്. ഒരു ജാതിയായിരുന്നു കേട്ടോ. JCBയിലെ കൈ കൊണ്ടപ്പോൾ അതിന്റെ ചോട് ഇളകേണ്ടത് ശാശ്വതമാകുന്നില്ല. പക്ഷെ നിത്യവഴുതണെങ്കിൽ അങ്ങ് കയറി ഇഷ്ടം പോലെ. ഇത് ഷോട്ടി നോക്കി, ഇത് കാകുന്നുണ്ട് ഇഷ്ടം പോലെ. ഒരു 5 കിലോ ഉണ്ടോ അപ്പാ? കൈ വെട്ടി വിട്ടതുകൊണ്ടേ മെച്ചപ്പെട്ടില്ല, പൊട്ടിപ്പോയി. പൊട്ടി എന്നാലും കുഴപ്പമില്ല, കറി വെക്കാനൊക്കെ എടുക്കാം. ബാമേ വായോ. കാട്ടിൽ എന്നെ ഇട്ടിട്ട് പോകല്ലേ, എന്നെയും കൂടെ കൊണ്ടുപോണേ. അയ്യോ,
ഇത് കണ്ടോ ഇതല്ലേ നിത്യവഴുതനങ്ങ ആ ഉണ്ടായി വരുന്നുണ്ട്. ആ ഇഷ്ടംപോലെ ആവുന്നുണ്ട്. ഇനിയിപ്പോ എന്നും തോരൻ വെക്കാം. അതെ മെഴുക്കോട്ടി വെക്കുന്ന ഏറ്റവും രുചി. വേണ്ട ഇതുണ്ടോ? ഞാൻ കണ്ട് ഇത് ഇച്ചിരി കൂടെ ഇതുണ്ടോ മൂത്തത് ഞാൻ പറിച്ച് കാണിക്കാതെ. ഇതുണ്ടോ? ഇതാണ് നിത്യവഴുതിനി കേട്ടോ. കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയാണ്. ഇതിന്റെ ഇതങ്ങോട്ട് പറിച്ചു കളയണം. ഇതോടെ കൂടി മെഴുക്കോട്ടി വെക്കുന്നവരും ഉണ്ട്. പിഞ്ചാണെങ്കിൽ അതിന്റെ മൊട്ടും കൂടെ എടുക്കാം. ഇല്ലെങ്കിൽ ഇതങ്ങ് പറിച്ചു കളഞ്ഞിട്ട് ഇതങ്ങോട്ട് സാമ്പാറിനകത്തൊക്കെ ഇടാൻ നല്ലതാണ്. അവയിൽ വെക്കുമ്പോൾ തോരനും മെഴുക്കോട്ടിയൊക്കെ ആയിട്ട് വെക്കാം. അന്നേരം മൂക്കൊന്ന് പറിച്ചോണം കേട്ടോ, ഇല്ല മൂത്ത് പോവും. അതെ അതെ